റോണിക്കെ ബേബി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റോണിക്കെ ബേബി, നോക്കൂ, ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നതാണല്ലോ കോൺഗ്രസിന്റെ ആഗ്രഹം. അങ്ങനെ ഒരു നിലപാടിലേക്ക് സർക്കാർ പോവുകയാണെങ്കിൽ അതിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുക എന്നതല്ലേ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന നിങ്ങൾ ചെയ്യേണ്ടത്. അതിനിടയിൽ എന്തിനാണ് ഈ പരിഹാസവും സർക്കാരിനെ കുറ്റപ്പെടുത്തലും ഒക്കെ നിങ്ങൾ ഉയർത്തുന്നത്? ഈ വിഷയത്തില് ഞങ്ങൾ CPM-നെ പരിഹസിക്കും, ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ കുറ്റപ്പെടുത്തും. കാരണം അതുപോലത്തെ ഒരു ചതിയാണ് CPM കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്. പരിപാവനമായിട്ടുള്ള പുണ്യമായി എല്ലാവരും കാണുന്ന ശബരിമലയില് അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി വളരെ പവർഫുൾ ആയിട്ട് അവിടെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയല്ല പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് തങ്ങളുടെ നിശ്ചിത താല്പര്യങ്ങൾ, തങ്ങളുടെ അജണ്ട, അത് വളരെ വ്യക്തമാണല്ലോ. കാരണം കേരളത്തിലുള്ള മുഴുവൻ ആളുകളും പുനഃപരിശോധനാ ഹർജിയുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നാ പറയുന്നത്, തിടുക്കപ്പെട്ട് ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കരുത്, നമുക്ക് ഉടൻ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജി നൽകണം. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഉടൻ തന്നെ അടിയന്തരമായി ഈ കോടതി വിധി നടപ്പാക്കണമെന്നാണ്. അപ്പോൾ എന്ത് സാഹചര്യമാണ് ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി അന്ന് ഉണ്ടായിരുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഈ 7 അല്ലെ 8 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും പറയുവാനുള്ള ഉത്തരവാദിത്വം CPM കാണിക്കണം. ഇത് 2017 കോടതി വിധി വന്നപ്പോൾ ഉള്ള സാഹചര്യം മാത്രമല്ല, 2020 ഈ ഭരണഘടനാ ബെഞ്ച്, 9 അംഗ ഭരണഘടനാ ബെഞ്ച് 2020 ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ വാദങ്ങൾ കേട്ടപ്പോൾ അന്നും ഈ പിണറായി വിജയൻ സർക്കാർ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ യുവതീ പ്രവേശനത്തിന് എതിരായിട്ടുള്ള, അവര് പറഞ്ഞതാ, ഈ റിവ്യൂ ഹർജികൾ പോലും പരിഗണിക്കരുത്. ഓർത്തോളം 2017 ശേഷം വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പോരാടി. ആയിരക്കണക്കിന് ആളുകൾ കേസിൽപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, പോലീസ് ക്രൂരമായി അടിച്ചമർത്താൻ നടത്തി. ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് അവിടുത്തെ ആചാരത്തിന് ഭംഗം വരുത്തി. ശക്തമായ പ്രതിഷേധമുണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി CPM-നുണ്ടായി. എന്നിട്ടും 2020 ഈ 9 അംഗ ബെഞ്ച് ഇതിന്റെ പ്രാരംഭവാദം കേട്ടപ്പോൾ അന്നും സർക്കാർ എടുത്ത നിലപാട് ഈ റിവ്യൂ ഹർജികൾ അനുവദിക്കുവാൻ പാടില്ല. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് CPM നിലപാട് മാറ്റിയത്? പക്ഷേ നോക്കൂ ശ്രീ റോണിക്കെ ബേബി, അതിനുശേഷം എവിടെയെങ്കിലും സർക്കാർ യുവതി പ്രവേശന വിഷയം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും യുവതികൾ കയറുകയോ കയറ്റാൻ ശ്രമിക്കുകയോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്ന് നമ്മുടെ ക്രമസമാധാന നിലയെ തകർക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരിക്കൽ പോലും അത്തരമൊരു സാഹചര്യം ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ അതിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ വരികയാണ്. അവിടെ ചില നിലപാടുകൾ സർക്കാരിന് അറിയിക്കേണ്ടി വരുന്നു എന്നതിനപ്പുറം ഈ വിഷയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് മാറ്റുന്നു എന്ന് പറയേണ്ടുന്നതിന്റെ സാഹചര്യം എന്താണ്? 2020 ശേഷം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുവാനുള്ള ആദ്യത്തെ സാഹചര്യമാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നാളെയാണ് അതിന്റെ അന്തിമ ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്നോട് ചോദിച്ചു 2018 ശേഷം അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചില്ലല്ലോ എന്ന്. ഒരു തവണ യുവതികളെ പ്രവേശിപ്പിച്ചാലും 1000 തവണ യുവതികളെ പ്രവേശിപ്പിച്ചാലും എഫക്ട് ഒന്ന് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും യുവതികളെ കയറ്റണമെന്നില്ല. കാരണം എന്തുകൊണ്ട് CPM അല്ലെങ്കിൽ അന്ന് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്ന് ചോദിച്ചാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവരെന്താണ് ഉദ്ദേശിച്ചത് അവരത് നടപ്പാക്കി. കാരണം ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എത്ര ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ ഒരു ഇതര മതസ്ഥനാണ്, ഞാനൊരു ഹൃദയ വിശ്വാസിയല്ല, പക്ഷേ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കേന്ദ്രഭാഷ പറഞ്ഞല്ലോ, 2007 അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ ഇന്ന് നൽകിയ സത്യവാങ്മൂലം പിണറായി വിജയനേക്കാളും തീവ്ര കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുള്ള VS അച്യുതാനന്ദൻ പോലും, ആ സർക്കാർ പോലും വന്നെടുത്ത നിലപാട് എന്തായിരുന്നു? ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് ആചാര്യന്മാരാണ്. അതാണ് ഇപ്പോഴത്തെ നിലപാട് എന്നതാണ് വിശദീകരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ നിലപാട്. അന്ന് പറഞ്ഞ നിലപാടിൽ തന്നെയാണ് സർക്കാർ ഇപ്പോഴും ഉള്ളത്. അതിനിടയിൽ കോടതി വിധി വരുമ്പോൾ ആ വിധി നടപ്പാക്കാൻ സർക്കാർ നോക്കി എന്നതാണ് അവർ വിശദീകരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി 2016 വന്ന പിണറായി വിജയൻ സർക്കാർ എന്തിനാണ് അഡീഷണൽ ആയിട്ട് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയത് എന്ന് വ്യക്തമാക്കണം. അതിനെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഈ 2017 2018 സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നു? അല്ലാതെ ഇപ്പോൾ
അല്ലെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. 2007 VS അച്യുതാനന്ദൻ സർക്കാർ എടുത്ത നിലപാടാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് 2016 ശേഷം പിണറായി വിജയൻ സർക്കാർ നിലപാട് മാറ്റിയത്? ആ നിലപാട് മാറ്റുക മാത്രമല്ല, ഞാനിവിടെ പറഞ്ഞതുപോലെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയല്ല ശ്രമിച്ചത്. ഞാനിവിടെ വളരെ കൃത്യമായി പറയുക, കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയല്ല ശ്രമിച്ചത്. കോടതി വിധി മറയാക്കിക്കൊണ്ട് തങ്ങളുടെ നിക്ഷിപ്ത വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ CPM അതിലൂടെ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. നിങ്ങൾ കുറഞ്ഞപക്ഷം കേരളത്തിലെ ജനങ്ങളോട്, വിശ്വാസികളായ ജനസമൂഹത്തോട് മാപ്പ് പറയാനുള്ള മര്യാദയെങ്കിലും CPM കാണിക്കണം. അല്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിലപാട് 7 മറ്റൊരു നിലപാട് അങ്ങനെ കേരളത്തിൽ ചെയ്തത്. ശരി, മാപ്പ് പറയാൻ സർക്കാർ തയ്യാറാകണം, പൊതുസമൂഹത്തോടും തങ്ങളോടും മാപ്പ് പറയാൻ തയ്യാറാകണം എന്നതാണ് കോൺഗ്രസ് ആവർത്തിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നല്ല രീതിയിലുള്ള പരിഹാസവും നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. ശ്രീ മനു പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്, BJP പ്രതിനിധി. ശ്രീ മനു പ്രസാദ്, എന്തായാലും ഒരു സുവർണ അവസരത്തിനുള്ള ഒരു സാഹചര്യവും സർക്കാർ ഉണ്ടാക്കുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് കോടതിയിൽ സർക്കാർ പറയുന്നതോടുകൂടി ശബരിമലയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ കൂടി ഇല്ലാണ്ടാവുകയാണോ? അതായത് വിശ്വാസികൾക്കെതിരെ, ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPക്ക് ഗുണം ചെയ്യും. വിശ്വാസികൾക്കും ജനങ്ങൾക്കോടൊപ്പമൊക്കെ നിൽക്കുന്നു എന്ന് പ്രചരണം വന്നാൽ BJPക്ക് എതിരാകുമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കെതിരായാൽ, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനെതിരായാൽ അത് ചോദ്യം ചെയ്യാൻ, ഇടപെടാൻ BJP മാത്രമേ ഉള്ളൂ എന്നുള്ള അങ്ങയുടെ ആധികാരികമായ പ്രസ്താവനയെ ഞാൻ ഉൾക്കൊള്ളുകയും ചോദ്യം തന്നെ ചോദിച്ചിട്ട് അങ്ങ് ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ അങ്ങേ കണ്ണിക്കല്ല, അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അതായത് വിശ്വാസി സമൂഹത്തിനെതിരായിട്ട്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി എതിരായിട്ട്, ജനങ്ങൾക്കെതിരായിട്ട് ഒരു സർക്കാർ നിന്നാൽ അത് BJPക്ക് ഗുണകരമാകും. കാരണം ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് BJP ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം, പാർട്ടി BJP ആണ് എന്ന് അങ്ങയുടെ ബോധ്യവും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അതിൽ എത്ര ആക്ഷേപങ്ങൾ, ഏത് രീതിയിൽ നിങ്ങൾ ആക്ഷേപിച്ചാലും അത് ഞങ്ങൾ അങ്ങനെയാണ്. ഇവിടെ ചോദ്യം ചെയ്യാതെ പോകാൻ ഒന്നും സാധ്യമല്ല. ജനങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട് തെരുവിലലയുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന പ്രസ്ഥാനമായി BJP ഇവിടെ തന്നെ ഉണ്ടാകും. അതിൽ ഒരു സംശയവും വേണ്ട. അത് എത്ര തന്നെ നിങ്ങൾ ആക്ഷേപിച്ചാലും, എത്ര തന്നെ പരിഹാസങ്ങൾ ചൊരിഞ്ഞാലും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇനി അടുത്ത ചോദ്യം പറയാം. ഒരു സുവർണാവസരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ, വിശ്വാസികളുടെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പല ചർച്ചകളും ഉരിഞ്ഞു വരുന്നത്. അതായത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ആ ചർച്ചയിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് വിശ്വാസികളുടെ വിശ്വാസങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എക്കാലത്തെയും ഞങ്ങളുടെ ആവശ്യം ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടത്, ആചാരങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ആചാരശ്രേഷ്ഠന്മാരാണ്, അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്, അത് ഭരണത്തിലിരിക്കുന്നവരല്ല എന്ന നിലപാട് ഞങ്ങൾക്കുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണോ? അല്ല. കോടതിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെയും ഒരു നിലപാടുണ്ടാവണമല്ലോ. അവരുടെ വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി അവർ സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും നയസമീപനങ്ങളും നമ്മൾ നോക്കി നോക്കണം. ഇന്ന് ഗോവിന്ദമാഷ് അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനയിൽ പറയുന്നുണ്ട്, എല്ലാ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അങ്ങേയറ്റം അനുഭാവപൂർണമായ, അതിനെല്ലാം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഹിന്ദുമത വിശ്വാസങ്ങളോടോ ഹിന്ദു ആചാരങ്ങളോടോ അങ്ങനെയൊന്നും ഒരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടില്ല എന്ന് അവരുടെ ചെയ്തികൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശബരിമലയിലെ അയ്യപ്പനെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.